ഹേ ഗുഡ് പീപ്പിൾ. അപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാവേ. ഇത് എൻ്റെ റെസിപ്പി അല്ല, ഇത് ഗ്ലോറിയുടെ റെസിപ്പിയാണ് കംപ്ലീറ്റ്ലി. ബിരിയാണിയൊക്കെ ഗ്ലോറിയുടെ സെക്ഷനാണ്. അപ്പം ഗ്ലോറിയുടെ പപ്പ നല്ലതായിട്ട് ബിരിയാണി നല്ലതായിട്ട് ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വിനോദപ്പയുടെ ബിരിയാണിയാണ്. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ചെറിയ വാസനയെ ഗ്ലോറിക്ക് ഉണ്ട് കേട്ടോ, ഒത്തിരി ഒന്നുമില്ല, ചെറുതായിട്ട്. അപ്പം അവളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ബിരിയാണി ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചേക്കാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ആദ്യമേ ഇച്ചിരി ചാടായി കിട്ടുള്ളൂ, പറഞ്ഞത് എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്, ഞാൻ കാണിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. അവളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണിക്കുവാണെങ്കിൽ എല്ലാം കാണിക്കണം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സെറ്റാക്കി കാല് പിടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അവളുടെ ആ ഒരു റെസിപ്പി നോക്കാം, ബിരിയാണി ഉണ്ടാക്കുന്നതിന്. വലിയ പാടല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ല, ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊന്നും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണേ. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ മാരിനേഷനാണ് ആദ്യമേ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക്, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ തണ്ടോടുകൂടിയാണ് എടുത്തേക്കുന്നത്. അതെല്ലാം കൂടി നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ അരച്ചെടുക്കും. കുഞ്ഞ് മിക്സിയുടെ കുഞ്ഞ് ജാറില്ലേ, അതിനകത്തിലാണ് അരയ്ക്കുന്നത്. നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് പോലെ കല്ലടി പേസ്റ്റ് പോലെ ആക്കി എടുക്കുവേ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇട്ടില്ലേ, അതിനകത്ത് കേട് ഒഴിക്കും കേട്ടോ, കുറച്ച് കേട്. കേടിനെ നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞൊരു പരിവാക്കി വെച്ചേക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ കേടല്ലേ? 2-3 ടേബിൾ സ്പൂണാണേ. നമ്മൾ പിന്നെ ഒരളവിനെ കിട്ടുന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അതിനകത്തിൽ എന്തിടുന്നേ? മസാലപ്പൊടി. ഇത് വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ടുവന്ന മസാലപ്പൊടിയാണ്. ഗരം മസാല അതെ, ഗരം മസാല. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതും വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ടുവന്നത്. കാണിച്ചത് ഇതിൻ്റെ കളർ കണ്ടോ, വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ടുവന്ന നല്ല പ്യുവറായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ എന്തായിരുന്നു? കുരുമുളക് പൊടി. അതൊരു കണക്കിന് ഇടുക കേട്ടോ. ഇത് കണ്ടോ, വീട്ടിൽ നമ്മൾ എഴുതി തന്നു വിട്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനിയന് വേണ്ടിയിട്ട് കാനഡയിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മമ്മി കൊടുത്തു കേട്ടോ. പക്ഷെ സാധനം കൂടുതലായതുകൊണ്ട് അന്ന് കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പം അതുപോലെ എനിക്ക് ഇങ്ങനെ പാക്ക് ചെയ്തത്. അതുപോലെ മഞ്ഞൾപ്പൊടി എല്ലാം അതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്തതാണ്. പിന്നെ മല്ലിപ്പൊടി. നമ്മളിപ്പോൾ ഒരു 1/2 kg ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 2 ടേബിൾ സ്പൂൺ ആണ് ഈ മഞ്ഞൾപ്പൊടി, അല്ല മല്ലിപ്പൊടി, സോറി. ഇത് പിന്നെ ചിക്കൻ മസാല, ബിരിയാണി മസാല. ഇത് ഒത്തിരി ഇടണ്ട, എനിക്കിഷ്ടമല്ല അതിൻ്റെ ഒരു. യൂഷ്വലി ഏറ്റവും നല്ലത് നമ്മളുടെ ഈസ്റ്റേണിൻ്റെ. ഇത് ഈസ്റ്റേൺ അല്ല, ഇത് ഇവിടെ കിട്ടുന്ന ഏതാണ്ടൊരു സാധനം കേട്ടോ. ആ ഒരു മസാലപ്പൊടിയാണ്. അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ അരക്കുമല്ലോ. നമ്മൾ ഇതിനകത്തിൽ ഉപ്പിടത്തില്ലല്ലോ? ഇല്ല, നമ്മൾ ഇതിനകത്തിൽ ചില്ലി പൗഡർ ഇടത്തില്ല കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കും. ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തു കേട്ടോ. ഇത് നല്ലതായിട്ടായില്ലേ, നല്ലതായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒണിയൻ ഒന്ന് ഫ്രൈ ചെയ്തേക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയതാണ് കേട്ടോ. എന്നിട്ട് ഒണിയൻ ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒണിയൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ മാരിനേഷനകത്തിൽ നമ്മൾ ഈ ഒണിയൻ ഫ്രൈ ചെയ്തിട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഈ സ്പെഷ്യൽ റെസിപ്പി നമ്മുടെ ഗ്ലോറിയയുടെയാണ് കേട്ടോ. അവളിനോട് ആദ്യമേ പറഞ്ഞു അവളുടെ റെസിപ്പി പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടി ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അവളെല്ലാം ഒട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒണിയൻ ഫ്രൈ ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാണിച്ചു തരാം ഇങ്ങനെയാണ്. ഒണിയനെല്ലാം ഇങ്ങനെ ഫ്രൈ ആയി വരും കേട്ടോ. നല്ല ഇച്ചിരി സോൾട്ടും ചെറുതായിട്ട് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കേട്ടോ, നല്ല ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് കേട്ടോ. ഒണിയനൊക്കെ ഫ്രൈ ആയി കേട്ടോ, ഫ്രൈ ആയി നല്ല മൊരുമൊരാന്നിരിക്കുന്നുണ്ട് സൗണ്ട്. ഇത് നമ്മൾ ഷുഗറും കൂടി ഇട്ടുകൊണ്ട് ഇത്രയും ക്രിസ്പിനെസ് കേട്ടോ. ഇത് നമ്മുടെ കഴുകി വെച്ചേക്കുന്ന ചിക്കനാണ്. ഈ കളർ യെല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞളിട്ട് കഴുകിയതുകൊണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിനകത്തിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ആ മൊത്തവും നമ്മുടെ പേസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തിലോട്ട് പിന്നെ കുറച്ച് ഉപ്പിടും, നമുക്ക് ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ ഒരു സ്പൂൺ മതിയോ? ആവശ്യത്തിനുള്ള അത്ര ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന ഒനിയൻ അതിനകത്തോട്ട്. ഇത് നമ്മൾ ചൂടോടെ തന്നെ ഇടുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് പൊടിച്ചിട്ട് കണ്ടോ, ആ ഒനിയൻ ഫുള്ള് അതിനകത്ത് ഇട്ടിട്ട് നല്ലതായിട്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കും.
കൈയിട്ട് തന്നെയാണ് ഇളക്കുന്നത്. ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടുണ്ട്. ഇത് നമ്മൾ കൈയിട്ട് നല്ലതായിട്ട് അത് മിക്സ് ചെയ്തെടുക്കും. ചിക്കനകത്തിൽ നമ്മുടെ പേസ്റ്റ് എല്ലാം പിടിക്കുന്ന പോലെ നല്ലതായിട്ട് തിരുമ്മി വേണം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിനല്ലേ വെക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിനകത്തിൽ വെച്ച് ഒരു 2-3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയി. നമ്മൾ ഈ തൈരിനകത്തിലൊക്കെ നല്ലതായിട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കൻ നല്ലതായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ പിന്നെ നല്ലതായിട്ട് വെന്തും കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും. കുറച്ച് ടെൻഡറും ജ്യൂസി ടെൻഡറായിട്ട് കിട്ടും ചിക്കൻ. നമ്മളകത്ത് തീരെ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പകരം നമ്മൾ ഇട്ടേക്കുന്നത് ഗ്രീൻ ചില്ലിയാണ്. അപ്പം നമുക്ക് ആ ഒരു കളറും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ടേസ്റ്റും ആ ഒരു രീതിയിലെ ടേസ്റ്റും കിട്ടും. ഇത് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ചിക്കൻ ആയിരുന്നു. ഇതിപ്പം ഒരു 2-3-4 അവർ കഴിഞ്ഞു, ഭയങ്കര എടുത്ത് കാണിച്ചിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ചൂടായിട്ടുള്ള നമ്മൾ ആ ഒനിയൻ വറുത്ത അതേ എണ്ണയ്ക്കകത്തിലോട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അങ്ങോട്ട് ഇടുക ആദ്യമേ. അതാണ് ആദ്യത്തെ അല്ല, 2ാമത്തെ സ്റ്റെപ്പ് അതാ കേട്ടോ. ഒരു നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, കാരണം നല്ല തണുത്തിരിക്കുകയാണ് എല്ലാം. നമ്മൾ മുളക് പൊടി ഇടാത്തതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഇലയെല്ലാം കൂടി അരച്ചപ്പം ആ ഒരു കളർ കേട്ടോ. അത് നമ്മുടെ ഈ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയ്ക്കകത്തിലോട്ട് ഇടുവേ. ഇന്നത്തെ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഗ്ലോറിയാണ് കേട്ടോ. അരിയൽ തൊട്ട് ഉണ്ടാക്കുന്ന തൊട്ട് പാത്രം കഴുകുന്നത് ഗ്ലോറിയാണ് അല്ലേ? പാത്രം കഴുകുന്നത് ഗ്ലോറിയാണ്. ഗ്ലോറിയുടെ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ഗ്ലോറിയുടെ ആ ഒരു ഇൻഗ്രീഡിയന്റ് അല്ല, റെസിപ്പി. ഗ്ലോറിയുടെ റെസിപ്പി എന്ന് പറയുമ്പോ പിന്നെ എന്തുവാ, ആ പാത്രം കഴുകുന്ന അവളല്ലേ അല്ലേ? നിങ്ങൾ പറ, പാത്രം കഴുകുന്ന ഒരാളുണ്ടാക്കുമ്പം അത് ഉണ്ടാക്കുന്നവര് തന്നെ കഴിക്കുമോ? എനിക്കാണെങ്കിൽ ഉണ്ടാക്കുന്നത് ഒരാൾ കഴിക്കുന്ന ഇഷ്ടം. അങ്ങനെ ആയിരിക്കണം നീ ഉണ്ടാക്കുന്നത്. അല്ല, മറ്റേ കഥയ്ക്കകത്തി പറയുന്നത് പോലെ എന്തുവാ, അരിഞ്ഞതാരാ, ആരാ അരിഞ്ഞ? എന്തുവാണേലും ഇന്നത്തെ ഫുൾ റെസിപ്പി ഗ്ലോറിയുടെതാണ്. ഉണ്ടാക്കുന്നത് തൊട്ട് പാത്രം കഴുകുന്നവരെ ഗ്ലോറി ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അത് മൊത്തം കാണാം. ഗ്ലോറിയുടെ അരിയുന്ന സ്കില്ല്, ഗ്ലോറിയുടെ കുക്ക് ചെയ്യുന്ന സ്കില്ല് എല്ലാം നമുക്ക് ഇതിനകത്ത് കൂടെ കാണാം. ഗ്ലോറി തന്നെ ഇപ്പൊ ഇവിടെ ടൊമാറ്റോ അരിഞ്ഞോണ്ടിരിക്കുവാണേ. ബാക്കി എല്ലാ രീതിയിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഓൾറെഡി നമ്മുടെ മല്ലിയില, പുതിനയില സംഭവങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒനിയൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ അടുപ്പിലിരിക്കുന്നു, അതെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഇങ്ങനെ ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്തിലോട്ട് നമ്മൾ നമ്മുടെ ടൊമാറ്റോസ് ആഡ് ചെയ്യുകയാണേ. ഗ്ലോറിയാണ് ആഡ് ചെയ്യുന്നത്. മൊത്തം ഇട്ടേക്കുന്നു. എന്താ ഇടാനൊരു മടി? അത് നമ്മള് ഓണിയനോ ഇച്ചിരി കൂടി സൗണ്ടിൽ പറയാമോ? എന്റെ പ്രേക്ഷകർക്ക് കേൾക്കുന്നില്ല. ഇവൾ അത്ര പുലസ്ത്രീ ഒന്നും കേട്ടോ. ഇങ്ങനെ പതിയെ അടക്കം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രോ നല്ല കൊച്ചൊന്നും ഒന്നുമല്ല. ഇവളിവിടെ നനച്ച അങ്ങ് ഇവള് പയ്യെ പറഞ്ഞ അങ്ങ് പയ്യന്നൂര് കേൾക്കും. അങ്ങനത്തെ സൗണ്ടാണേ. എനിക്ക് ഇച്ചിരി പരിചയമൊക്കെ ഇരിക്കട്ടെ. എന്തോ പറയാൻ വന്നേ? ഇതിനകത്ത് നമ്മള് ഉള്ളി ഒന്നും വഴറ്റി എടുക്കത്തില്ല. നമ്മൾ അന്നേരം ഈ ഫ്രൈ ചെയ്ത് മാരിനേറ്റ് ചെയ്തതാണ് ഇതിനകത്തിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള സീക്രട്ട്. നമ്മൾ ഇതിനകത്തിൽ മാരിനേറ്റ് ചെയ്ത് ഒണിയൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ അല്ല ഒണിയൻ ഫ്രൈ ചെയ്ത് നമ്മൾ മാരിനേഷനകത്തിൽ ഇട്ടില്ലേ, അത് അല്ലാതെ നമ്മൾ വഴറ്റി അതോ ടൊമാറ്റോ ഒന്നും നമ്മളിങ്ങനെ വഴറ്റില്ല, പച്ചയായിട്ട് എല്ലാം ആ ഒരു റോ ആയിട്ട് തന്നെ ഇതിനകത്ത് കിടന്ന് വേവണം. ഒരു 15 മിനിറ്റ് ഇതിനകത്ത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ഓയിലെല്ലാം മോളി വരും. ഈ ഓയിൽ മോളി വരുമ്പം ഈ ചിക്കനും ഈ സാധനം എല്ലാം ഒരു പ്രോപ്പറായിട്ട് കുക്കായെന്നുള്ളൊരു ഇതാ. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? എനിക്ക് ഏകദേശം ഏതാണ്ടൊക്കെ മനസ്സിലായുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ എന്നെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഞാൻ ഇലൂമിനാൻറ്റി ആണോ? ഇലൂമിനാൻറ്റി ഒന്നും അല്ല കേട്ടോ. ബിഗ് ബോസിലേയും അല്ല. എന്നെ പണ്ട് എല്ലാവരും കളിയാക്കുന്നു ഈ ടീഷർട്ട് ഇടുമ്പോൾ ബിഗ് ബോസിലെ ആള് വരുന്നു, ഇലൂമിനാൻറ്റി വരുന്നു എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും അല്ല സംഭവം. എനിക്ക് കിട്ടിയ ഒരു ടീഷർട്ട് ഞാൻ അങ്ങ് ഇട്ടെന്നുള്ളതേ ഉള്ളേ. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മൾ ഒരു 1/2 kg ആണ്, ഒരു അപ്രോക്സിമേറ്റ് 1/2 kg ആണ് ചിക്കൻ എടുത്തേക്കുന്നത്. നമ്മൾ 2 പേരല്ലേ ഉള്ളു. അപ്പം 1/2 kgക്ക് നമ്മളൊരു 2 ഗ്ലാസ് അരി, 1/2 kg തന്നെ റൈസാണ് എടുക്കുന്നത്. സെയിം പ്രപ്പോർഷനിലാണ്. ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി ബിരിയാണി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. ഒരു ദിവസം കഴിക്കും, പിറ്റേ ദിവസം കഴിക്കും, അന്ന് വൈകുന്നേരം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും മടുക്കും. അപ്പൊ പിന്നെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചാലും കാര്യമില്ല. ഇപ്പം ചിക്കൻ അല്ലാതെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കറി വെക്കാറുള്ളത്. നമ്മളിപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് മാത്രമുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടുള്ളൂ. കാരണം ഒത്തിരി ആയി കഴിഞ്ഞാൽ കുറെ കഴിച്ച് കഴിയുമ്പോൾ മടുക്കും. പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളൂ.
ലോറി തന്നെ കഴുകുക. ഒത്തിരി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പാത്രമൊക്കെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പാത്രങ്ങൾ കുറവാണെന്നല്ല, ഈ ഒരു കിച്ചൺ നിറയെ പാത്രങ്ങളുണ്ട്. കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഒരു സ്റ്റുഡന്റ് പീരീഡിലുള്ള പിള്ളേരുടെ കയ്യിലുള്ള പാത്രങ്ങളെക്കാളും കൂടുതൽ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മളിപ്പോ ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കാനുള്ള അത്രയും വലിയ പാത്രങ്ങളൊന്നും നമ്മുടെ ഇല്ല. നാട്ടിലാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പാത്രങ്ങളും ഉണ്ട്. ഇപ്പം നമ്മളൊരു 100 പേർക്കോ 150 പേർക്കോ വെക്കേണ്ട അത്രയും വലിയ ചരുവങ്ങൾ വരെ ഉണ്ട്. നമ്മൾ നാട്ടിലങ്ങനെ ഉണ്ടാക്കുമല്ലോ. ഞാൻ ഒരു വട്ടത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് നാട്ടില്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങളും അത്രയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാകത്തിനുള്ള അത്രയും ക്വാണ്ടിറ്റിയുടെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ് കേട്ടോ. പക്ഷെ ഒരു മാക്സിമം നമ്മൾ ഒരു 10-12 പേർക്ക് വരെയൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 10-12 പേർക്കൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെന്നല്ല. പക്ഷെ ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് നമ്മുടെ ഒരു നോർമൽ കുക്കറിൽ കുഞ്ഞല്ല, ഇത് എത്ര ലിറ്ററിന്റെ കുക്കറിൽ? ഒരു 5 ലിറ്ററിന്റെ ഒരു കുക്കറിനകത്തിലുള്ള ഒരു ബിരിയാണി നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. വലിയ പാടില്ല. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി മാരിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ആ സ്റ്റെപ്പ് കൊണ്ട് ഒരു മെയിൻ കാര്യം കഴിഞ്ഞു. മാരിനേഷൻ കഴിഞ്ഞു. ഒരു 2-3 hours നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തു. പിന്നെ നമ്മളത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കും. എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ ബോയിൽ ചെയ്ത റൈസ് ഇട്ട്, അതാണ് സംഭവം ആക്ച്വലി. ആ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് നമ്മുടെ ഫ്രൈ ചെയ്ത ഓണിയൻസ് ആണ് മാരിനേഷനകത്തിലിടുന്നത്. അതാണ് ആ ഒരു മസാലയുടെ ടേസ്റ്റ് ആക്ച്വലി എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പം നമ്മുടെ ചിക്കൻ അടുപ്പിൽ റൈസ് ഗ്ലോറി കഴുകിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പം ഒരു ഹോളിഡേ കിട്ടുമ്പം ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഇന്ന് ഹോളിഡേ ആയിരുന്നു. അപ്പൊ വെറുതെ ഇരുന്നപ്പോ തൊട്ട് ഇങ്ങനെ വട്ടടിക്കുക, എന്നാ ചെയ്യണം, ഭയങ്കര ബോറ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വെറുതെ ഇരുന്ന് നമുക്ക് ഇതാക്കാണ്ട് കുറെ നേരം ഉറങ്ങി, കുറെ നേരം ഒരു മൂവിയൊക്കെ കണ്ടു ചുമ്മാതെ. പിന്നെ ഇരുന്നപ്പോൾ വിചാരിച്ചപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചു. അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ആക്കുന്നത്. ഈ ഒരു കുക്കറിനകത്തിലാണ് ചെയ്യുന്നത്. ഒരു 5 ലിറ്ററിന്റെ കുക്കറാട്ടോ. അതിനകത്തിലോട്ട് പിന്നെ കോക്കനട്ട് ഓയിൽ. ഇത് നമ്മളിപ്പം ഗീയിൽ മാത്രവും ചെയ്യാം, അല്ലാതെ ഗീയും ഓയിലും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഗീയും ഓയിലും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അതിനകത്തിലോട്ട് പിന്നെ ഗീയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഗീ നമ്മൾ വെള്ളം വെച്ചതിന് ശേഷം ഒഴിച്ചാൽ മതി. ആണോ? ഗീ നമ്മൾ അല്ലെങ്കിൽ അരിയെല്ലാം ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയത്തില്ലേ, അത് കഴിഞ്ഞിട്ടിടാവുന്നു. ലോറി പറയുന്നത് അങ്ങനെ ചെയ്യാവുന്നു. അപ്പം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സ്പൈസസ് ഇടും കേട്ടോ. സ്പൈസസ് എന്തൊക്കെയാന്ന് കാണിച്ച് എല്ലാത്തിലെ 1-2 വീതം മതി. മറ്റേ സിനമൺ സ്റ്റിക്ക്, ക്ലോവ്, പിന്നെന്തുവാ, ജീരകം, സ്റ്റാർ, പിന്നെ പെരിഞ്ജീരകം, അത് ഞാൻ പറഞ്ഞു, കുരുമുളക്, ഏലക്ക, ഇത്രയും സാധനങ്ങൾ ഇച്ചിരിയെ നമ്മൾ ഇടുന്നുള്ളൂ. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളും കൂടി മെയിനായിട്ട് ഇടുന്ന ഒരു സാധനമാണ് ഒരു ഉണങ്ങിയ നാരങ്ങ. പച്ചത് വേണ്ടല്ലേ? പച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് ചെയ്ത് ഒഴിച്ചാൽ മതി. ഇപ്പൊ പച്ചനാരങ്ങ ഇടുന്നെങ്കിൽ നമ്മൾ സ്ക്വീസ് ചെയ്തിടണം. മറ്റേ ഉണക്കനാരങ്ങ ആണെങ്കിൽ ഫുൾ ഇടണം. എന്നിട്ട് അതൊന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസും കൂടി ഇതിനകത്ത് ഇടണം കേട്ടോ. റൈസും കൂടി ഈ ഓയിലിനകത്ത് ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് റൈസ് ഇങ്ങനെ സ്റ്റിക്കി ആവാണ്ടിരിക്കാൻ വേണ്ടി. നമ്മൾ വെന്ത് വന്നു കഴിയുമ്പം സാധാരണ റൈസ് സ്റ്റിക്കി ആവും. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ആവത്തില്ല കേട്ടോ. നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് നമുക്ക് റൈസ് കിട്ടും. അപ്പൊ ഇത് എങ്ങനെ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളിങ്ങനെ റൈസ് ആക്കിയിട്ട് ഇളക്കുമ്പം ഇങ്ങനെ പൊരുപരാന്നൊരു സൗണ്ട് വരുമ്പം, പൊരുപരാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ആ ഒരു സൗണ്ട് വരുമ്പം നമുക്ക് മനസ്സിലാവും വെള്ളം ഒഴിക്കേണ്ട സമയമാവുന്നു. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കണം. ആക്ച്വലി ഇതിന്റെ അളവ് ഞങ്ങൾക്ക് അറിയാം. ഈ റൈസിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഗ്ലാസ്സിന് എത്ര ഉള്ള അല്ല, 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. അപ്പൊ ഞങ്ങളിപ്പോ 2 ഗ്ലാസ് അരി ആയിട്ടേക്കുന്നത്. അപ്പം 4 ഗ്ലാസ് വെള്ളം. അതിന്റെ ഒരു തുള്ളിയും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരിയും കൂടി അധികം ഒഴിക്കണം. അത്ര ഉള്ളൂ. അത് ചിലപ്പോൾ ബോയിൽ ആയി വരുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു വ്യത്യാസം വരും. അപ്പൊ ഒരു 1/4 ഗ്ലാസ് ഒരു 1/4 ഗ്ലാസ് എക്സ്ട്രായും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. കാരണം ഇതിന്റെ പരുവം ഞങ്ങൾക്ക് അറിയാം. ഈ ഒരു റൈസിന്റെ പരുവം നമുക്കറിയാം. ഇൻ കേസ് നമുക്ക് റൈസിന്റെ പരുവം അറിയത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കുക്കറിൽ വെക്കത്തില്ല കേട്ടോ. അങ്ങനെ അത്രയും വലിയ ധീരതയ്ക്ക് പോകത്തില്ല. നോർമലി വെച്ച് വേവ് നോക്കിയിട്ട് ചെയ്തു. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാം, കുക്കറിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പം ഒരു 2 ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. അതും നമുക്ക് ഈ കുക്കറിനകത്തിൽ ഒക്കും. ഇൻ കേസ് ഒക്കാത്ത കേസുകളിലൊക്കെ അല്ലാണ്ട് തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കണം, ചൂടുവെള്ളമല്ല. കാരണം ഇതിന്റെ പരുവം നമുക്ക് അറിയാം കേട്ടോ. ഇത് നമ്മളിപ്പം 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഇപ്പൊ എത്ര ഒഴിച്ചു? 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ 1 പ്ലസ് ഒരു ഇച്ചിരി ഒരു 1/4 ഗ്ലാസും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ കറക്റ്റ് വെള്ളമാവും. അതുകൂടി ആയി കഴിയുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് വേകാനുള്ള വെള്ളം കറക്റ്റായിട്ട് കിട്ടും.
നമ്മള് എക്സ്ട്രാ വേണ്ട ഇത്രയും വെള്ളം കൂടെ ഒഴിക്കുന്നു ഇച്ചിരി. ഇതൊരു ഇതിന്റെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഒറ്റ വിസിലാണ് ഓഫ് ആവുന്നത് കേട്ടോ. വെച്ചാൽ ഈ അരിയുടെ വേവ് ഒറ്റ വിസിലാണ്. ഒറ്റ വിസിലിൽ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും സ്റ്റിക്കിയും ആവത്തില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് ഈ ജീരകശാല അരി എല്ലാം അങ്ങനെയാണ്. അങ്ങനെ തന്നെയാ. ഈ അരി ആന്ധ്രയിൽ നിന്നുണ്ടല്ലേ? ഈ അരി ആന്ധ്രയിൽ നിന്നുണ്ട് കേട്ടോ. ഞാൻ അന്നത്തെ അൺബോക്സിംഗ് വീഡിയോയില് ഈ അരിയെ പറ്റി പറയുന്നുണ്ട്. അത് വിനോദപ്പെട്ട ഫ്രണ്ട്സ് വിനോദപ്പിക്ക് ആന്ധ്രയിൽ നിന്നുകൊണ്ട് കൊടുത്താണ്. സോൾട്ട് പറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഒത്തിരി ഇടരുത്, കുറച്ച് പറ്റിക്കുന്ന സമയങ്ങളിൽ ഇപ്പൊ നമ്മളിപ്പം സ്ട്രെയിൻ ചെയ്ത് കളയുവാണെങ്കിൽ സോൾട്ട് കൂടുതൽ ഇടണം. നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുന്നേ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ ഇൻ കേസ് നമ്മളത് വറ്റിച്ചെടുക്കുന്ന സമയങ്ങളിൽ സോൾട്ട് നമുക്ക് ഇതിന് ഓക്കെ ആണെന്ന് മനസ്സിലാവുമ്പോൾ സോൾട്ട് അത്ര വെച്ച് നിർത്തണം, അതിൽ കൂടുതൽ ഇടരുത്. അതാണ് അതിന്റെ വരുവം. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടുതലായി. അപ്പോൾ ഇത് കുറച്ച് കുക്കായിട്ടുണ്ട്. ഇതിനകത്തിൽ ഓയിൽ വരുന്നുണ്ട്. എണ്ണയില്ല തെളിഞ്ഞല്ലേ? ഞങ്ങള് ആകെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചുള്ളല്ലേ? ആദ്യമേ ആ ഓണിയൻ ഫ്രൈ ചെയ്യുന്ന എണ്ണ തന്നെയാണ്. ഒരു കുറച്ചെണ്ണ ഒഴിച്ചുള്ള ആകെ. പക്ഷെ വെള്ളമാണെങ്കിൽ തീരെ ഒഴിച്ചില്ല. നമ്മൾ നമ്മുടെ ആ ഒരു ചീനച്ചട്ടി ഒന്ന് കഴുകി ഒഴിച്ച് അത്രയുമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അധികം വെള്ളവും നമ്മൾ ഒഴിച്ചിട്ടില്ലേ. ഇതിനി ഒന്ന് പറ്റണം. ഒന്ന് ചിക്കൻ ഒന്ന് വെന്താൽ മതിയല്ലേ? ഈ ഒരു വെള്ളം ഒന്ന് വറ്റി ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ മസാലയുടെ സംഭവം റെഡിയായി കേട്ടോ. ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കണം. എനിക്ക് പേടി അടിച്ച് ചൂടല്ല മതി മസാല കൊള്ളാം. അപ്പൊ നമ്മളുടെ ഫ്ലേവേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. ഉപ്പുണ്ട് ആവശ്യത്തിന്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണമെന്ന് തോന്നുന്നില്ല കേട്ടോ. നല്ലൊരു ഗ്രേവി കൊള്ളാം. ഈ ഗ്രേവി ഇതുപോലെ കഴിക്കാൻ തോന്നുന്നു. അടച്ചു. അപ്പോൾ ഇതിനകത്തില് നമ്മുടെ ആ ഗ്രേവി ഇത്രയും ഒന്ന് പറ്റണം. ഫുള്ള് പറ്റിട്ടോ. ആ വെള്ളത്തിന്റെ എല്ലാം പറ്റി എണ്ണ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു. ജസ്റ്റ് ചെറുതായിട്ട് മാത്രം മതി നമുക്ക് ആ ഒരു ഗ്രേവി ഫീലിങ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വാട്ടറി ആയി പോകരുത്. പിന്നെ ചോറും വന്നിട്ടുണ്ട്. റൈസ് വേണ്ട നല്ലതായിട്ട്. ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ. ഇതാ ഒറ്റ വിസിലേ എടുത്തുള്ളൂ. ഒട്ടും സ്റ്റിക്കി അല്ല. നമ്മള് ഒറ്റ ട്രിപ്പേ നമ്മള് ഇത് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒത്തിരി ലെയർ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ആ ഗ്രേവി അടിയിലും റൈസ് മേളിലുമായിട്ട് തന്നെ. കാരണം ഇത് വലിയ പാടില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ അത്ര വലിയ പാടില്ലേ. ഇപ്പം നോർമലി സ്റ്റിക്കി ആയിരുന്നെങ്കിൽ നമുക്ക് അടിയിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നതാണായിരുന്നു. ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. ക്ലിയർ ആണേ. കംപ്ലീറ്റ് ആയിട്ടും ഒറ്റ വിസിലിൽ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ആ ഒരു ആവിയും പോയി കഴിഞ്ഞപ്പോൾ കറക്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഗീ ഇതിനകത്തിൽ ഒഴിച്ചത് കൊണ്ട് അത്രയും സ്റ്റിക്കി ആവാനുള്ളത്. ഇതിനകത്തിലോട്ട് മല്ലിയില, മിന്റ്, പുതിനയില, പിന്നെ ഓനിയൻ ഫ്രൈ ചെയ്തത്, ഇതെല്ലാം കൂടി നമ്മൾ മേളിൽ ഇങ്ങനെ ടോപ്പ് ചെയ്ത് കൊടുക്കും. നോർമലി ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നാൽ ലെയർ ചെയ്യാമായിരുന്നു. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ലെയർ ചെയ്തിട്ട് അടുത്ത ലെയറിൽ റൈസ് ഇട്ടു, മേളിൽ ഇങ്ങനെ ഇതുപോലെ ഇട്ടു, പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇട്ടു ഇങ്ങനെ ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല ആക്ച്വലി. അതുകൊണ്ടാണ് ഇത് മിന്റും പിന്നെന്താ കൊറിയാണ്ടർ ലീവ്സും കൂടി നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ അടുത്ത ലെയറായിട്ട് നമ്മൾ പിന്നെ ഓനിയൻ ഫ്രൈസ് ഇടുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്താൽ ഓനിയനും കൂടി ഇടും. പിന്നെ ഇതിനകത്തിൽ ഇനി ഞങ്ങൾ ഗീ ഒഴിക്കുന്നില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ റൈസിനകത്തിൽ ഗീ ഒഴിച്ചായിരുന്നേ. അതുകൊണ്ട് ഒത്തിരി നല്ലതായിട്ട് ചിക്കനകത്തിൽ നല്ല ഒരു ഓയിലി കണ്ടന്റ് ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ഗീ ഒഴിച്ചു റൈസിനകത്തിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ യൂഷ്വലി പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാഷ്യൂവും കിസ്മിസും അതെ പിന്നെ പൈനാപ്പിളും ഇടും. ഇതിപ്പോൾ ഞങ്ങൾ എളുപ്പമൊന്ന് പ്ലാൻ ചെയ്ത കേട്ടോ. എളുപ്പം പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇതിപ്പോ നമ്മൾ കാണിച്ചപ്പോ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലേ. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പം ഒരു ബിരിയാണി അത്രയും ഉദ്ദേശമുള്ളൂ കേട്ടോ. പക്ഷെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യണമല്ലേ. ഇതൊന്ന് ഒരു 10 മിനിറ്റ്സ് ചെറിയൊരു ഹീറ്റിൽ നമ്മളൊന്ന് ദം ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. നമ്മളെങ്ങനെ ദം ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പഴയ ഒരു പാൻ അടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മുടെ കുക്കർ വെച്ചിട്ട് ഒരു ലിഡ് ഇട്ടിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മളൊരു വെയിറ്റ് വെക്കുക. വെയിറ്റ് നമ്മൾ ഈ ഇടിക്കുന്ന കല്ലില്ലേ, ഇടിക്കുന്ന കല്ല്, ആ ഇടിയൻ കല്ല് ഇങ്ങനെ തിരിച്ചു വെക്കും. അപ്പോൾ ആ ഒരു വെയിറ്റിനകത്തിൽ നമ്മുടെ ഉള്ളിലത്തെ ആവിയെല്ലാം അതിനകത്ത് തന്നെ നിൽക്കും.
അങ്ങനെയാണ് നമ്മളിപ്പോൾ ദം ചെയ്തേക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ വെയിറ്റൊക്കെ മാറ്റിയിട്ട് തുറന്ന് നോക്കുവാണേ. ഹൈ, നല്ല മണം വരുന്നുണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും കറിക്കൊക്കെ മണം വരുന്നു പറയുമ്പോൾ മമ്മി എന്നെ എപ്പോഴും വഴക്ക് പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവം ഗ്ലോറിയ മിക്സ് ചെയ്യാണ് കേട്ടോ. മിക്സിങ്ങിൽ കാര്യമുണ്ടേ, കാരണം നമ്മൾ ഒത്തിരി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. നമ്മൾ ആ ഒരു റൈസിനെ ഗ്രേവിയോട് മിക്സ് ചെയ്യുമ്പം എല്ലാം കൂടി ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അങ്ങനെ ആക്കാണ്ട് നോർമലി പതിയെ പതിയെ ഓരോ സെക്ഷനായിട്ട് എടുത്ത് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു മിക്സിങ് കറക്റ്റ് ആവുന്നത്. ഇതിലൊരു ഒന്ന് കാണിച്ചൊരു ജസ്റ്റ് ഒരു കണ്ടോ, ഇതിപ്പോൾ കറക്റ്റായില്ലേ? എല്ലാം നമ്മളിപ്പോൾ മൊത്തത്തിലിട്ടാക്കുമായിരുന്നെങ്കിൽ കുഴഞ്ഞിരുന്നേനെ, കൊള്ളത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ സാലഡ് ഓൾറെഡി ആക്കി കേട്ടോ. സാലഡും നല്ല മണമൊക്കെ വരുന്നു. ഇങ്ങനെ ചെയ്താലേ നമുക്ക് ആ ചിക്കൻ പീസസും ഗ്രേവിയൊക്കെ കറക്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഈവനായിട്ട് ഗ്രേവി കിട്ടത്തില്ല. ഇങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി കേട്ടോ. നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്. എനിക്ക് അച്ചാർ കൂട്ടി കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സാലഡ് മാത്രം കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കുന്നു, പക്ഷേ സമയമൊന്നും എടുത്തില്ല. വലിയ കുഴപ്പമില്ലാതെ ഒത്തിരി സമയമൊന്നും എടുക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഫുൾ റെസിപ്പി നമ്മുടെ ഈ വീഡിയോയിലുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് എളുപ്പം ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നോക്കി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല. അപ്പം ബൈ.